നമസ്കാരം. യുവത്വത്തിന്റെ വിപ്ലവാഗ്നിയിൽ വെന്തു വെണ്ണീറായ നേപ്പാളിൽ ഇപ്പോൾ പരക്കെ ഉയരുന്ന ഒരു ആവശ്യമുണ്ട്. എന്താണെന്നറിയണ്ടേ? അവർക്ക് മോദിയെ പോലൊരു ഭരണാധികാരിയെ വേണം. കാരണം ഇന്ത്യയിൽ മോദി ഭരിക്കുന്ന രീതി തന്നെയാണ് അവരെ ആകർഷിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കാനല്ല, മറിച്ച് പ്രശ്നങ്ങളെ ധൈര്യസമേതം നേരിടുന്നതാണ് മോദിയുടെ രീതി. ആ രീതി ഇന്ത്യയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മോദി കൈക്കൊണ്ട പരിഹാരത്തിലൂടെ നാം കണ്ടതാണ്. പകൽഗാം ഭീകരാക്രമണത്തിലായാലും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്ന കാര്യത്തിലായാലും ആർക്കു മുന്നിലും മുട്ടുമടക്കാൻ സൗകര്യമില്ല എന്നാണ് മോദിയുടെ നയം. അത് കൃത്യമായി അദ്ദേഹം തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞു വരുന്നത് മോദിയുടെ ഭരണം വേണം ഇപ്പോൾ നേപ്പാളിനും എന്നാണ് ആവശ്യം. അതായത് മോദി ഭരിക്കുന്നത് പോലെ വേണം നേപ്പാളും ഭരിക്കാൻ എന്നാണ്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ കത്തിക്കയറിയ പ്രക്ഷോഭം വിജയം കണ്ടതിന് പിന്നാലെ പുതിയ ആവശ്യവുമായി ജൻസികൾ എത്തിയത്. നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരി വേണമെന്നാണ് ഇവരുടെ പരക്കെയുള്ള ആവശ്യം. മോദിയുടേതുപോലുള്ള ഒരു സർക്കാർ രാജ്യം ഭരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത്. എന്തായാലും സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തോടെ തൽക്കാലം നേപ്പാൾ ശാന്തമാണ്. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ അക്രമകാരികളായ യുവാക്കൾ അടങ്ങി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവാലും കലാപത്തിനിറങ്ങിയാലും കർശന നടപടി ഉണ്ടാകുമെന്ന സൈന്യത്തിന്റെ മുന്നറിയിപ്പാണ് ഫലം കണ്ടത്. കലാപത്തിൽ കൊല്ലപ്പെട്ട 22 യുവാക്കളുടെ ജീവന് ആര് ഉത്തരവാദിത്വം പറയുമെന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടക്കം സൈന്യം കൂടുതൽ സുരക്ഷയൊരുക്കി. നേപ്പാളിൽ കുടുങ്ങിയ വിദേശ പൗരന്മാർക്ക് സഹായം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേപ്പാളിൽ സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. വിമാനത്താവളങ്ങൾ അടച്ചതോടെ 1000-ഓളം ഇന്ത്യക്കാരാണ് വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടന്നത്. കലാപം കെട്ടടങ്ങിയെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. നേപ്പാൾ ശാന്തമെങ്കിലും അതിർത്തി പങ്കിടുന്ന 5 സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള 26ഓളം സമൂഹ മാധ്യമങ്ങൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് പ്രക്ഷോഭത്തിന് തുടക്കമായത്. സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനാണ് സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം. ഈ കമ്പനികളെല്ലാം നേപ്പാളിൽ വന്ന് ഓഫീസ് തുറക്കുകയും രജിസ്റ്റർ ചെയ്യണമെന്നുമായിരുന്നു സർക്കാരിന്റെ ആവശ്യം. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് മാത്രമല്ല, അഴിമതിയും തൊഴിലില്ലായ്മയും അടക്കം നിരവധി കാരണങ്ങൾ പ്രക്ഷോഭത്തിന് പിന്നിലുണ്ട്. എന്തായാലും അവയെല്ലാം മൂടിക്കെട്ടി നേപ്പാളിനെ ശാന്തമാക്കാൻ ഇനിയും കഴിയും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച